പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പിൽ കെട്ടിക്കിടക്കുന്ന 50,000-ലധികം ഫയലുകൾ വേഗത്തിൽ തീർപ്പാക്കാനുള്ള വിപുലമായ നടപടികൾ ആരംഭിച്ചതായി വകുപ്പ് മന്ത്രി കെ.എ. തുളസി. മലപ്പുറം പ്രസ് ക്ലബിന്റെ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, ഫയൽ അദാലത്ത് നടത്തിയപ്പം വർഷങ്ങളായിട്ട് കെട്ടിക്കിടക്കുന്ന 50,000-നടുത്ത് പരാതികൾ നമ്മൾ പരിശോധിക്കുകയാണ് വർഷം തിരിച്ചിട്ട്. അതായത് 2019 വരെയും അതുപോലെ 2026 മെയ് 18 ശേഷം. അതുപോലെ തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ച കാര്യം. അങ്ങനെ എന്തെങ്കിലും പോരായ്മകൾ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളിലും മുൻകാലങ്ങളിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പാഠമായി ഏറ്റെടുത്തുകൊണ്ട് ഇനി അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ട അടിയന്തരമായിട്ടുള്ള സമയബന്ധിതമായിട്ടുള്ള പ്രവർത്തനം വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ കാലാനുസൃതമായിട്ടുള്ള മാറ്റം വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാവും. കാരണം പഴയ കാലങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ ചിന്തിക്കാൻ കഴിയില്ല. പഴയ കാലത്ത് ഈ മേഖലയിൽ നിന്നുള്ള കുട്ടികൾ ഇപ്പം വിദ്യാഭ്യാസത്തിന് പോകുമ്പം അന്നുണ്ടായിരുന്ന ഒരു രീതിയും സമ്പ്രദായങ്ങളും അല്ല ഇപ്പോൾ ഉള്ളത്. അപ്പം നമ്മൾ എല്ലാ കാലഘട്ടത്തിലും അതുപോലെ തന്നെ വീടിനകത്തും പുറത്തും തൊഴിൽ മേഖലയിലും ഒക്കെ തന്നെ അന്ന് ആളുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളല്ല ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അത് പൊതുവിഭാഗത്തിന് മാത്രമല്ല, SC/ST വിഭാഗത്തിലും പിന്നോക്ക വിഭാഗത്തിലുമൊക്കെ ആ സ്ഥിതി ഏകദേശം നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. 2 ദിവസങ്ങളിലായി സംഘടിപ്പിച്ച അദാലത്തുകളിലൂടെ 4,970 ഫയലുകൾ ഇതിനോടകം തീർപ്പാക്കി കഴിഞ്ഞു. സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയിലുള്ള പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുകയാണ് അടുത്ത പ്രധാന ലക്ഷ്യമെന്ന് മലപ്പുറം പ്രസ് ക്ലബിന്റെ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കവേ മന്ത്രി വ്യക്തമാക്കി. ഭവന നിർമ്മാണ ഉദ്ദേശം അതായത് ലൈഫ് മിഷനിൽ SC/ST കുടുംബങ്ങൾക്കുള്ള ഭവന നിർമ്മാണ പദ്ധതി നിങ്ങൾക്ക് തന്നെ അറിയാം. അത് വളരെ വിശദമായിട്ട് പരിശോധിച്ചാൽ അതിൽ കൂടുതൽ ആളുകൾക്കും അതിൻ്റെ പ്രയോജനം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. ഞാൻ ആരെയും ഒരു സർക്കാരിനെയും കുറ്റം പറയുന്നതല്ല. പക്ഷേ ആ ലിസ്റ്റ് നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം. ഇപ്പോൾ ലൈഫ് മിഷനിലാണെങ്കിലും പണ്ടൊക്കെ നമ്മൾ ഒരു വാർഡ് സഭയിൽ ഒരു ഗ്രാമസഭയിൽ ഒരു ബെനിഫിഷ്യറീനെ നമ്മൾ തിരഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ വാർഡ് സഭ കൂടി ഗ്രാമസഭ കൂടി ഏറ്റവും ഡിസർവിങ് ആയിട്ടുള്ള ആൾ ആരാണോ അങ്ങനെ തിരഞ്ഞെടുക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ലൈഫ് മിഷൻ വന്നപ്പം അതിലൊരു ഔട്ട്സൈഡ് ഏജൻസിയാണ് ഈ ബെനിഫിഷ്യറീനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രാദേശികമായിട്ട് നമ്മളൊരു ഗുണഭോക്താവിനെ തിരഞ്ഞെടുക്കുന്ന ആ പതിവ് ശൈലി മാറി മറ്റൊരാൾ പുറത്തു നിന്നുള്ള മൂന്നാമതൊരാൾ തിരഞ്ഞെടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പം യഥാർത്ഥത്തിൽ സഹായം കിട്ടേണ്ട ആളുകൾക്ക് അത് എത്താത്ത ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. മാത്രമല്ല ഇത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള ഭവന പദ്ധതിയുടെ ഫണ്ട് അതിലേക്ക് മെർജ് ചെയ്തപ്പം അതിൻ്റെ ഗുണം ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ലഭിച്ചില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് വകുപ്പ് നേരിട്ട് ഭവന നിർമ്മാണം ചെയ്യുക എന്നുള്ള ഒരു ആശയത്തിലേക്ക് എത്തിയത്. അത് ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. അത് വീട് മാത്രമല്ല, സ്ഥലമില്ലാത്ത ആൾക്കാർക്ക് വീടും സ്ഥലവും കൊടുക്കുന്ന പദ്ധതി നമ്മൾ ഉടനെ തന്നെ അത് പ്രഖ്യാപിക്കും. അതിന് ആളുകൾക്ക് അവർക്ക് ആകർഷകമായിട്ടുള്ള തരത്തിൽ നിലവിൽ ലൈഫിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഫണ്ടിൽ നിന്ന് വ്യത്യാസം വരുത്തി നമ്മൾ ആ പദ്ധതി നടപ്പിലാക്കും. ആദിവാസി മേഖലയിലെ വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്കു തടയാൻ മെന്റർ അധ്യാപകരുടെ നിയമനം ഉടൻ പൂർത്തിയാക്കും. താൽക്കാലിക അധ്യാപകർ ഹൈക്കോടതിയെ സമീപിച്ചതിനാലാണ് നിലവിൽ നിയമനം വൈകുന്നത്. വകുപ്പിന് കീഴിലുള്ള വിവിധ MRS സ്കൂളുകളും ഹോസ്റ്റലുകളും സന്ദർശിച്ച് പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നും അടിയന്തര പ്രാധാന്യമുള്ളവയ്ക്ക് പരിഹാരം കണ്ടതായും മന്ത്രി ഉറപ്പു നൽകി. കൂടാതെ ദാക്ഷായണി വേലായുധന്റെ പേരിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ വനിതകൾക്കായി പ്രത്യേക സംരംഭം പാലക്കാട് ജില്ലയിൽ മാതൃകാടിസ്ഥാനത്തിൽ ആരംഭിക്കും. ലൈഫ് മിഷന് പകരം വീടും സ്ഥലവും ഇല്ലാത്തവർക്ക് അത് ലഭ്യമാക്കുന്ന രീതിയിൽ വകുപ്പ് വഴി പ്രത്യേക ഭവന നിർമ്മാണ പദ്ധതി നടപ്പാക്കും. വിദ്യാർത്ഥികൾക്കുള്ള ഗ്രാന്റ്സ് കുടിശ്ശിക നൽകാനുള്ള നടപടികൾ വേഗത്തിലാക്കി നവംബറോടെ പൂർണ്ണമായി കൊടുത്തു തീർക്കുമെന്നും ഫണ്ട് ലഭ്യത പദ്ധതികൾക്ക് തടസ്സമായിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. CCN മലപ്പുറം.